സ്വാർത്ഥത ഒട്ടുമില്ലാതെ കർത്താവിനെ പ്രതി എല്ലാം ഉച്ഛിഷ്ടമായി കരുതി തൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാം കൊടുത്ത് തീർത്തുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ തനിക്ക് സ്വന്തമായി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാം തന്നെ പരിത്യജിക്കലിൻ്റെ ഒരു വലിയ സുവിശേഷം നമുക്കായി പകർന്നു സുഹൃതത്തിൻ്റെ ഒരു ജീവിതം നമുക്കായി തിരുസഭയ്ക്കായി അദ്ദേഹം തീർത്തു വച്ചു. സഹപാഠിയായ ഫെലിക്സ് അച്ഛൻ ഇപ്രകാരമാണ് എഴുതിയത്: പച്ചമരത്തെ പോലും ദഹിപ്പിക്കുന്ന തീഷ്ണതയോടെ ബലിയർപ്പിച്ച ജോളിയച്ചൻ. ഏതടവകയിലേക്ക് കടന്നു ചെന്നാലും അവിടെയുള്ള ബലിയർപ്പണത്തിൻ്റെ എണ്ണം കൂടും. അവിടെയുള്ള ആരാധനകൾ ഒരിക്കലും നിൽക്കില്ല. ജപമാല മണികൾ ആ ദേവാലയത്തിൽ എല്ലായ്പ്പോഴും ഉരുണ്ടുകൊണ്ടിരിക്കും. അതേപോലെ നൊവേനകളും ആ ദേവാലയ സമൂഹത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കും. ലാസറസിൻ്റെ അച്ഛനാണ് ഇപ്രകാരം എഴുതി വച്ചത്: താൻ ചെല്ലുന്ന ഇടങ്ങളിൽ കുർബാനകളുടെ എണ്ണം കൂടുമ്പോൾ, നൊവേന കൂടുമ്പോൾ, ആരാധനയും ജപമാലകളും ഉയരുമ്പോൾ, ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ജോളിയച്ചൻ കടന്നു വരുമ്പോൾ ഞങ്ങൾ പരാതിപ്പെടാറുണ്ട്, കളിയാക്കാറുണ്ട്. എത്രയേറെ കളിയാക്കിയാലും ചിരിച്ചുകൊണ്ട് അവയെല്ലാം സന്തോഷത്തോടെ നേരിടും. മുതിർന്ന വൈദികർ ജോളിയച്ചനെ ഉപദേശിക്കും: തനിക്ക് കുറച്ച് റെസ്റ്റൊക്കെ ആകാം, താൻ ഉറങ്ങാറുണ്ടോ, തനിക്ക് കുറച്ചുകൂടി ഉറക്കമൊക്കെ ആകാം. ഇപ്രകാരം തീഷ്ണതയാൽ ജ്വലിച്ചുകൊണ്ട് യെശയ്യാ പ്രവചനം അദ്ദേഹം പൂർത്തീകരിച്ചു: ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകനെ പോലെ പറന്നുയരും. ഏലിയായെ പോലെ ജീവിതത്തിൻ്റെ തീഷ്ണത അദ്ദേഹം സ്വീകരിച്ചു. പക്ഷേ പ്രിയ ജോളിയച്ച, പരാതിയുണ്ട്. ജീവിതത്തിലെ പ്രവർത്തനങ്ങളുടെ വേഗത മരണത്തിലും വേണമായിരുന്നോ എന്നുള്ള ചോദ്യം